കേരളത്തിൽ അവസാനമായി ഒരു വധശിക്ഷ നടന്നത് റിപ്പർ മുതുകുറ്റി ചന്ദ്രൻ എന്ന വ്യക്തിയാണ്. അതിനുശേഷം വധശിക്ഷകൾ കോടതികൾ വിധിച്ചിരുന്നു, പക്ഷേ അതൊന്നും നടപ്പിലായില്ല. ചില വധശിക്ഷകൾ ജീവപര്യന്തമാക്കി ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ കുറച്ചു കൊടുക്കുകയും ചെയ്തു. ഒരാളെ കൊല്ലുന്നത് അല്ലെങ്കിൽ സെൻറ്റൻസ് ടു ഡെത്ത് എന്ന് പറയുന്നത് എത്രത്തോളം പ്രായോഗികമാണ്, എത്രത്തോളം മനുഷ്യത്വപരമാണ്, എത്രത്തോളം സാമൂഹ്യപരമാണ് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ തന്നെ ഉന്നയിക്കുന്നുണ്ട്. എത്ര വലിയ കുറ്റമായാലും തെറ്റായാലും ഒരാളെ കൊല്ലുന്നത്, ഒരാളെ ഇല്ലാതാക്കുന്നത്, അത് ഏത് വിധേനയായാലും, തൂക്കിക്കൊലയായാലും തലവെട്ടലായാലും വെടിവെച്ച് കൊല്ലലായാലും ഒക്കെ തന്നെ അത് വളരെ പ്രാകൃതമാണ് എന്ന അഭിപ്രായം പറയുന്ന പലരും നമ്മുടെ നാട്ടിലും ലോകത്ത് പലയിടത്തുമുണ്ട്. ഈ വിഷയം സുപ്രീം കോടതി പരിഗണിച്ചപ്പോൾ ഈ തൂക്കിക്കൊല, ഹാങ്ങിങ് ടു ഡെത്ത് എന്ന് പറയുന്നത് അശാസ്ത്രീയമാണ്, അസന്മാർഗികമാണ് എന്ന രീതിയിലുള്ള ചില വിശകലനങ്ങൾ നടത്തിയതായുള്ള വാർത്തകളാണ് ദേശീയ മാധ്യമങ്ങൾ നൽകുന്നത്. വധശിക്ഷയ്ക്ക് തൂക്കിക്കൊല നിർത്തലാക്കണം, ബദൽ മാർഗങ്ങൾ കേന്ദ്രത്തിന് പരിഗണിക്കാം എന്നുള്ള അഭിപ്രായമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വധശിക്ഷ നടപ്പാക്കുന്നതിന് തൂക്കിക്കൊല രീതി നിർത്തലാക്കണം എന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. എന്നാൽ വധശിക്ഷ നടപ്പാക്കുന്നതിനുള്ള ബദൽ മാർഗങ്ങൾ കേന്ദ്ര സർക്കാരിന് പരിശോധിക്കാമെന്നും സമഗ്രമായ പരിശോധന നടത്തുന്നതിന് കേന്ദ്ര സർക്കാരിന് വിദഗ്ധ സമിതിയെ നിയോഗിക്കാമെന്നും ആണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വധശിക്ഷ നടപ്പിലാക്കുന്നതിന് തൂക്കിക്കൊലയ്ക്ക് പകരം വേദന കുറഞ്ഞ മറ്റൊരു മാർഗം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ജസ്റ്റിസുമാരായ വിക്രം സേത്ത്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് പരിഗണിച്ചത്. ഇന്നത്തെ വിധി ഈ വിഷയത്തിലെ അവസാന വാക്കല്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുന്നു. വധശിക്ഷ നടപ്പാക്കുന്നതിനുള്ള ബദൽ മാർഗങ്ങളെക്കുറിച്ച് നിർണായകമായും ശാസ്ത്രീയമായുമുള്ള അല്ലെങ്കിൽ വൈദ്യശാസ്ത്രപരമോ അനുഭവാധിഷ്ഠിതമോ ആയ വസ്തുതകൾ ഭാവിയിൽ പുറത്തു വരികയാണെങ്കിൽ വിഷയം വീണ്ടും ഭരണഘടനാപരമായി പരിഗണിക്കാം എന്നുമുള്ള നിരീക്ഷണമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. നിലവിലുള്ള വധശിക്ഷ നടപ്പാക്കൽ രീതിയെക്കുറിച്ച് കേന്ദ്ര സർക്കാരിന് കൂടുതൽ ശാസ്ത്രീയമായ പരിശോധന നടത്താമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. നിയമം, ഫോറൻസിക് മെഡിസിൻ, ന്യൂറോ സയൻസ്, ക്രിമിനോളജി തുടങ്ങിയ മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി ഒരു വിദഗ്ധ സമിതിക്ക് രൂപം നൽകി നിലവിലെ രീതിയെ സമഗ്രമായി പുനഃപരിശോധിക്കാം. അനാവശ്യമായ വേദന കുറയ്ക്കുന്നതിനും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിയുടെ അന്തസ്സ് സംരക്ഷിക്കുന്നതിനും കൂടുതൽ അനുയോജ്യമായ മറ്റൊരു മാർഗമുണ്ടോ എന്ന് സമിതിക്ക് പരിശോധിക്കാം എന്നും സുപ്രീം കോടതി വ്യക്തമാക്കുന്നു. തീർച്ചയായിട്ടും നല്ല ഒരു നിരീക്ഷണമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. വധശിക്ഷയ്ക്ക് ഇപ്പോൾ താൽക്കാലികമായി നിലവിലുള്ള തൂക്കിക്കൊല അതവിടെ നിൽക്കുകയാണ്. അത് റദ്ദാക്കാനാകില്ല, കാരണം വേറെ മാർഗമില്ല. എന്നാൽ വേറെ മാർഗത്തെക്കുറിച്ച് പരിശോധിച്ച് വിദഗ്ധ സമിതിയെ ഏർപ്പെടുത്തി ആ മാർഗങ്ങൾ അവലംബിക്കാൻ അല്ലെങ്കിൽ ആ മാർഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് അത് കോടതിയിൽ അവതരിപ്പിച്ച് അതിനുള്ള അനുവാദം നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആ നിയമ സംവിധാനത്തിലേക്ക് കേന്ദ്ര സർക്കാരിന് മാറാം. കൂടുതൽ വേദന കുറഞ്ഞത് അല്ലെങ്കിൽ അത്തരത്തിൽ മാനസിക ഭയാനകമായ അല്ലെങ്കിൽ തൂക്കിക്കൊല എന്ന് പറയുന്ന ആ ഒരു താൻ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ് കണ്ടം സെല്ലിൽ കിടക്കുന്ന ഒരു പ്രതിയുടെ അല്ലെങ്കിൽ ഒരു കുറ്റവാളിയുടെ മാനസികാവസ്ഥ, അയാളുടെ മാനസികാരോഗ്യാവസ്ഥ, ശാരീരികാവസ്ഥ ഒക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് വേദന കുറഞ്ഞ രീതിയിൽ വളരെ പെട്ടെന്ന് നടപ്പാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള അതിൻ്റെ മാർഗങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് കൂടി വിശദമായി ചർച്ച ചെയ്ത് തീരുമാനം എടുക്കാമെന്നാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കുറേ ചർച്ചകളും പരിശോധനകളും ശാസ്ത്രീയമായ വിശകലനങ്ങളും ആവശ്യമാണ്. അതിനുശേഷം ഒരു അന്തിമ വിധിയിലേക്ക് കാര്യങ്ങൾ എത്തുമായിരിക്കാം. തൂക്കിക്കൊലയും അങ്ങനെ ഇത്തരത്തിൽ ഒരാളെ കൊല്ലുന്നത് തികച്ചും പ്രാകൃതമായ രീതി തന്നെയാണ്. ജയിലിലടച്ച് ശിക്ഷിക്കുന്നത് പോലെ അല്ലല്ലോ ഒരാളെ കൊല്ലുന്നത്. എത്ര വലിയ കുറ്റമായാലും എത്ര ഗുരുതരമായ കുറ്റമായാലും ഒരാളെ കൊല്ലാനുള്ള അവകാശം സർക്കാർ സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾക്ക് ഉണ്ടോ എന്നതിനെക്കുറിച്ചുമുള്ള കൂടുതൽ ചർച്ചകൾ തുടർ ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് കരുതുന്നു.